ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस अकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखेंगे चाहिए से बनने वाले थोड़े क्वेश्चन टैग्स. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ചാഹിയെ എന്നുള്ളൊരു ആശയമാണ് പ്രാക്ടീസ് ചെയ്തത്. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം, എനിക്ക് വെള്ളം വേണം, എനിക്ക് ക്യാഷ് വേണം, ഈ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അതാണ് വേണോ എന്നുള്ളൊരു ആശയമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രാക്ടീസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. താങ്കൾക്ക് വേണോ, അവനിക്ക് വേണോ, അവൾക്ക് വേണോ, അവർക്ക് വേണോ, ഇത്തരം ഒരു ആശയമാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് വെള്ളം വേണം നമ്മൾ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ എനിക്ക് മുझे पानी चाहिए. ഇനി താങ്കൾക്ക് വെള്ളം വേണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? क्या आपको पानी चाहिए? क्या आपको पानी चाहिए? क्या आपको पानी चाहिए? क्या आपको पानी चाहिए? അതെ, എനിക്ക് വെള്ളം വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും? हाँ, मुझे पानी चाहिए. हाँ, मैं പാനി ലൂങ്കാന്ന് പറയും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ മുझे പാനി चाहिए. മുझे പാനി चाहिए. എനിക്ക് വെള്ളം വേണ്ട എന്ന് പറയുമ്പോൾ മുझे പാനി नहीं चाहिए എന്ന് പറയാം. മുझे പാനി नहीं चाहिए. ഓക്കെ, അതിന്റെ നെഗറ്റീവ് സെന്റൻസ്. താങ്കൾക്ക് പൈസ വേണോ, ക്യാഷ് വേണോ എന്ന് ചോദിക്കുമ്പോൾ आपको पैसे चाहिए, आपको पैसे चाहिए എന്ന് ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കുക. അല്ലെങ്കിൽ ക്യാന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. क्या आपको पैसे चाहिए, क्या आपको पानी चाहिए എന്നുള്ള രീതിയിൽ. ഓക്കെ, क्या आपको पैसे चाहिए, താങ്കൾക്ക് പൈസ വേണോന്ന്. ഓക്കെ, താങ്കൾക്ക് ഫുഡ് വേണോ എന്ന് ചോദിക്കുമ്പോൾ क्या आपको खाना चाहिए, क्या आपको खाना चाहिए. ഓക്കെ, അല്ലെങ്കിൽ അവന് ഭക്ഷണം വേണോ, ഫുഡ് വേണോ എന്ന് ചോദിക്കുമ്പോൾ क्या उसको खाना चाहिए, क्या उसको खाना चाहिए. അവൾക്ക് ഫുഡ് വേണോ എന്ന് ചോദിക്കുമ്പോൾ क्या उसे खाना चाहिए എന്ന് തന്നെ പറയാം. നമ്മൾ ഫീമെയിൽ ആൻഡ് മെയിൽ ജെൻഡറിന് ഉസേ തന്നെയാണ് യൂസ് ചെയ്യാം. ഉസേ തന്നെയാണ് യൂസ് ചെയ്യാം. ഓക്കെ, അവർക്ക് ഫുഡ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഉൻഹേ, क्या उन्हें खाना चाहिए, क्या उन्हें खाना चाहिए. ക്യാ ഉൻഹേം എന്നാണ് നമ്മൾ എഴുതുമ്പോൾ പ്രൊനൗൺസിയേഷന് ഉനേം. ക്യാ ഉനേം ഖാന ചാഹിയെ, അവർക്ക് ഫുഡ് വേണോ എന്നാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് കാറ് വേണോ? क्या आपको गाड़ी चाहिए, क्या आपको गाड़ी चाहिए. ഗാഡി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ, വാഹനം അല്ലെങ്കിൽ കാറ്. ഓക്കെ, അവനിക്ക് കാറ് വേണോ? क्या उसे गाड़ी चाहिए, क्या उसे गाड़ी चाहिए. അവൾക്ക് കാറ് വേണോ? സെയിം, क्या उसे गाड़ी चाहिए. ക്യാ ഉസേ गाड़ी ചാഹിയെ, അവർക്ക് അല്ലെങ്കിൽ അവനിക്ക് അല്ലെങ്കിൽ അവൾക്ക് കാറ് വേണോന്ന്. ഓക്കെ, അവർക്ക് കാറ് വേണോ എന്ന് ചോദിക്കുമ്പോൾ क्या उन्हें गाड़ी चाहिए, क्या उन्हें कार चाहिए എന്നൊക്കെ പറയാം. ഓക്കെ, ക്യാ ഉനേം ഗാഡി ചാഹിയെ അല്ലെങ്കിൽ ക്യാ ഉനേം കാർ ചാഹിയെ. ഓക്കെ, അവർക്ക് വെള്ളം വേണോ എന്ന് താങ്കൾക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ क्या आपको पानी चाहिए, क्या आपको पानी चाहिए. അവന് വെള്ളം വേണോ? क्या उसे पानी चाहिए, क्या उसे पानी चाहिए. ക്യാ ഉസേ പാനി ചാഹിയെ, അവൾക്ക് വെള്ളം വേണോ? सेम, क्या उसे पानी चाहिए, क्या उसे पानी ചാഹിയെ. ഓക്കെ, അവർക്ക് വെള്ളം വേണോ? क्या उन्हें पानी चाहिए, क्या उन्हें पानी चाहिए. ക്യാ ഉനേം പാനി ചാഹിയെ. ഓക്കെ, താങ്കൾക്ക് ക്യാഷ് വേണോ, പൈസ വേണോ? क्या आपको पैसे चाहिए, क्या आपको पैसे चाहिए. അതെ, എനിക്ക് ക്യാഷ് വേണം എന്ന്. हाँ, मुझे पैसे चाहिए. हाँ, मुझे पैसे चाहिए. ഹാ മുझे പൈസ ചാഹിയെ, എനിക്ക് പൈസ വേണ്ട, ക്യാഷ് വേണ്ട. नहीं, मुझे पैसे नहीं चाहिए. नहीं, मुझे पैसे नहीं चाहिए എന്ന് പറയില്ലെങ്കിൽ पैसे नहीं चाहिए എന്ന് പറയാം. ഓക്കെ, അവന് ക്യാഷ് വേണോ? क्या उसे पैसे चाहिए, क्या उसे पैसे चाहिए. ക്യാ ഉസേ പൈസ ചാഹിയെ, അവൾക്ക് ക്യാഷ് വേണോ? വിൽ യൂസ് ദ സെയിം, ഉസേ തന്നെ ആയിരിക്കും. क्या उसे पैसे चाहिए, क्या उसे पैसे चाहिए. ക്യാ ഉസേ പൈസ ചാഹിയെ, അവൾക്ക് ക്യാഷ് വേണോ എന്ന് പറയുന്നതും അവൾക്ക് ക്യാഷ്, അവനോ അവള് രണ്ടിനും നമ്മൾ ഉസേ തന്നെയാണ് യൂസ് ചെയ്യുക. അവർക്ക് പൈസ വേണോ അല്ലെങ്കിൽ ക്യാഷ് വേണോ എന്ന് ചോദിക്കുമ്പോൾ उन्हें, क्या उन्हें पैसे चाहिए. ക്യാ ഉനേം പൈസ ചാഹിയെ, ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസസ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ എപ്പിസോഡുകളും നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചാഹിയെ എന്ന് വെച്ചാൽ വേണോ,
വേണം എന്ന് പറയാം. എന്താ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ പറയുമ്പം വേണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചാഹിയെ എന്നാണ് യൂസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാന്ന് ചേർത്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണില്ല സ്റ്റേറ്റ്മെന്റ് ആണ് പറയണമെങ്കിൽ ചാഹിയെ നമ്മൾ ജസ്റ്റ് സെന്റൻസിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലൈക്ക് മുझे ചാഹിയെ, എനിക്ക് വേണം എന്നുള്ള രീതിയിൽ. ഉസേ ചാഹിയെ, അവർക്ക് വേണം അല്ലെങ്കിൽ അവനക്ക് വേണം എന്നുള്ള രീതിയിലായിരിക്കും. ആൻഡ് അവൾ അവൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽക്ക് നമ്മൾ ഉസേന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. അവർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൻഹേന്ന് ആഡ് ചെയ്യണത്. ആൻഡ് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആപ്കോ എന്ന് പറയാ. ആൻഡ് നമ്മൾ ഒരു ഫ്രണ്ടിനോടോ കാഷ്വലി സംസാരിക്കുകയാണെങ്കിൽ തുംഹേന്ന് യൂസ് ചെയ്യാം. ലൈക്ക് തുംഹേ പൈസേ ചാഹിയെ എന്നുള്ള രീതിയിൽ പറയാം, നിനക്ക് പൈസ വേണം എന്നുള്ള രീതിയിൽ. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം വെച്ചാൽ നമ്മൾ വേർഡ് ലൈക്ക് ഗാഡി പൈസ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ചാഹിയെ വേർഡ് വരെ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരിക്കും, അത് ചേഞ്ച് ഉണ്ടാവില്ല. ഇവിടെ ചേഞ്ച് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ക്യാ ആഡ് ചെയ്യണ കാര്യമായിരിക്കും, അല്ലെങ്കിൽ നെഹി ആഡ് ചെയ്യണത് കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉസേ ഉൻഹെ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ ഇതേ രീതിയിൽ ഈസി ആയിട്ട് നോർത്ത് ഇന്ത്യൻ ട്രെയിനേഴ്സിന്റെ കൂടെ ഹിന്ദി സംസാരിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോസും കണ്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ വീഡിയോസിന്റെ ലിങ്ക്സ് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എപ്പിസോഡിന്റെ പേര് തന്നെയാണ് ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസ്. സോ എന്തായാലും എല്ലാ വീഡിയോസും കാണണം, ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഷെയർ ചെയ്യണം, ആൻഡ് ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യണം. സോ ടിൽ ദെൻ ബൈ ബൈ.